വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് അമ്മ വരും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ശാലിനി ഇങ്ങനെ പോകാൻ ഇറങ്ങുമ്പോൾ ടയറിൻ്റെ കാറ്റഴിച്ച് വിടുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് അത് മനസ്സിലാവുകയും ചെയ്യുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ ബുള്ളറ്റിൽ തന്നെ ശാലിനി കളക്ടറേറ്റിലേക്ക് പോകുന്നുണ്ട്. പതിയെ സ്ലോയിലൊക്കെയാണ് ഇങ്ങനെ വിഷ്ണു വണ്ടി ഓടിച്ചിങ്ങനെ ആസ്വദിച്ച് അവരിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ പോകുന്നുണ്ട്. ആ കട്ടറിലൂടെയൊക്കെ വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്, ശാലിനി തന്നെ ഇങ്ങനെ വട്ടം ചുറ്റി പിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. അത് കുറേ നേരം ഇങ്ങനെ ആ സീനെന്നോണം കാണിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ കളക്ടറേറ്റിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ഇറങ്ങുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട് എന്നും എപ്പോഴും എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ശാലിനി ഇങ്ങനെ പറയുന്നുണ്ട്. അത് ആ ഒരു സീൻ, ഇതൊരു പ്രൊമോ, കമ്മിങ് സൂൺ പ്രൊമോ എന്ന സീനുകൾ കൂട്ടിച്ചേർത്ത് പറയുന്നതാണ്. അതിനുശേഷമാണെങ്കിൽ സത്യഭാമയും രാഘവൻ നായരും പൊന്നിയും കൂടി ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ശാലിനിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് വരുന്നത്. അന്നേരം ആകെ സന്തോഷത്തിൽ ശാരദാമ്മയാണെങ്കിൽ എല്ലാവരെയും അകത്തേക്ക് സ്വീകരിച്ചൊക്കെ ഇരുത്തുന്നുണ്ട്. പക്ഷേ ശാലിനിയെ മാത്രമേ കൂട്ടിക്കൊണ്ട് പോവുകയുള്ളൂ, സത്യ കൂടെ വരില്ല എന്നിങ്ങനെ സത്യഭാമ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം പറയുകയാണ്. അന്നേരം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്ന ചിരിയും സന്തോഷവും ഒക്കെ അങ്ങോട്ട് മായുകയാണ്. റീമേക്കിലാണെങ്കിൽ അവിടെ ഗോപാലകൃഷ്ണനൊക്കെ ഉണ്ട്. തുടർന്ന് അവിടെ ഒരു ചെറിയ സീനും വഴക്കും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ ഗോപാലകൃഷ്ണനൊന്നും കാണിക്കുന്നില്ല, ശാരദാമ്മ മാത്രമേ ഉള്ളൂ. സത്യയും അവിടെ കാണിക്കുന്നില്ല. പക്ഷേ സത്യ ഇല്ലാതെ ശാലിനിയാണെങ്കിൽ ശാരദാമ്മയുടെ കൂടെ പോകാനായിട്ട് തയ്യാറാകുന്നുമില്ല. തുടർന്ന് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് സത്യഭാമ പോകുന്നതും ആ ഒരു സീനും ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ വലിയ സന്തോഷത്തോടു കൂടിയാണ് രാഘവൻ നായരും പൊന്നിയും ഒക്കെ വന്നത് ശാലിനിയെ കൊണ്ടുപോകാനായിട്ട്. പക്ഷേ സത്യയെ കൊണ്ടുപോകാത്തത് കാരണം ശാലിനി ആണെങ്കിൽ സത്യഭാമയുടെ കൂടെ തിരികെ വീട്ടിലേക്ക് പോകുന്നുമില്ല. അവരങ്ങ് തിരിച്ചു പോകുന്നതുമാണ് കാണിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ ഫാദേഴ്സ് ഡേ ആണ് എന്ന് കുട്ടികളോട് എല്ലാവരോടും ടീച്ചർ പറയുന്നുണ്ട്. അതിനുശേഷം പ്രിൻസിപ്പൾ സത്യയോട് പറയുന്നുണ്ട്, ഫാദേഴ്സ് ഡേ ആണ്, അച്ഛന് പകരം അമ്മയും കൂട്ടിക്കൊണ്ട് വരില്ല, അച്ഛനെ തന്നെ കൂട്ടിക്കൊണ്ട് വരണം എന്നിങ്ങനെ കുട്ടിയോട് പറയുമ്പോൾ ആ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് പറയുന്നത്. അന്നേരം സത്യയ്ക്കാണെങ്കിൽ ആകെ വിഷമമാവുന്നുണ്ട്. സത്യ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ വിഷ്ണു ആണെങ്കിൽ ഭാമ ശാലിനിയും കൂട്ടിക്കൊണ്ട് വരും എന്നുള്ള ഒരു സന്തോഷത്തിൽ ശാലിനിയെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഭാമയുടെ ആ ദേഷ്യത്തോടെയുള്ള തിരിച്ചുവരവ് കാണുമ്പോൾ സംഭവങ്ങളെല്ലാം രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം വീണ്ടും ശാലിനിയെ കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ വിഷ്ണു നിൽക്കുകയാണ്. ശാലിനി ഇല്ലാതെ വിഷ്ണുവിനൊരു ജീവിതമില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വണ്ടി എടുത്ത് ഇറങ്ങുന്നുണ്ട്. ബുള്ളറ്റും എടുത്തുകൊണ്ട് തന്നെയാണ് വിഷ്ണു ഇറങ്ങുന്നത്. അന്നേരം അവിടെ രാഘവൻ നായരും പിന്നെ രോഹിത്തും ശ്യാമയും പിള്ളയും പൊന്നിയും ഒക്കെ ഉണ്ട്. ഭാമ പിന്നീന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു അവിടെ നിൽക്കാനായിട്ട് തയ്യാറാകുന്നില്ല. വിഷ്ണു വീണ്ടും കുടുംബശ്രീ വീട്ടിലേക്ക് തന്നെ ശാലിനിയോട് സംസാരിക്കാനായിട്ട് വീണ്ടും വരികയാണ് ചെയ്യുന്നത്. അത് വരുന്നത് ഒരു രാത്രി സീനാണ് കാണിക്കുന്നത്. വിഷ്ണു മുറ്റത്തേക്ക് ഇങ്ങനെ ബുള്ളറ്റിൽ കയറി വണ്ടി നിർത്തുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ നോക്കുകയാണ് വിഷ്ണു വരുന്നത്. ഇത്രയും സീനുകളാണ് പ്രൊമോയിൽ, കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇന്നത്തെയും നാളത്തെയും എപ്പിസോഡുകൾ ചേർത്തുള്ള പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയാണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ സത്യയുടെ കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്. പക്ഷേ റീമേക്കിൽ ഇതിനു മുന്നേ DNA ടെസ്റ്റിൻ്റെ ഒരു ഇതൊക്കെ കാണിക്കും. പക്ഷേ ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇനി വിഷ്ണു ആണെങ്കിൽ സത്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിനായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ നിന്നും പിന്നെ സത്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെത്തും. അതും പിന്നെ പപ്പിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നാണെന്ന് വിഷ്ണു അവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ശാരദാമ്മയോട് പോയി ചോദിക്കും ഏത് ഹോസ്പിറ്റലിലാണ് സത്യയെ പ്രസവിച്ചത് എന്നുള്ളതൊക്കെ. അന്നേരം ശാരദാമ്മ പക്ഷേ ശാലിനി അകത്തുണ്ടായിരിക്കും, ശാലിനി പുറത്തേക്ക് ഇറങ്ങില്ല. ശാരദാമ്മയാണ് സംസാരിക്കുന്നത്. പക്ഷേ ശാരദാമ്മ അവിടെ തെറ്റിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ശാലിനിയാണെങ്കിൽ ഇവിടെയല്ല, നമ്മൾ IAS ട്രെയിനിങ്ങിന് പോയതിന് ശേഷമാണ് എന്നുള്ളൊരു ഡേറ്റ് അവിടെ പറയും. പക്ഷേ വിഷ്ണു ആ കള്ളത്തരം അവിടെ കൈയോടെ പിടിക്കും. വിഷ്ണു പറയും സ്കൂൾ സർട്ടിഫിക്കറ്റിൽ നിന്ന് സത്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടു എന്നുള്ളത്. പിന്നീട് ഇവിടെ ശാരദാമ്മയ്ക്ക് ഉത്തരമില്ലാതാവുകയാണ്. പിന്നീട് വിഷ്ണു പിന്നെ ആശുപത്രിയിൽ അന്വേഷിച്ച് പോകുന്ന ആ ഒരു സീനുണ്ട്. വിഷ്ണുവിന് ആ ഒരു ഓർമ്മ വരും മനസ്സിലേക്ക്. അന്ന് പിന്നെ ശ്യാമയുടെ പ്രസവത്തിൻ്റെ അന്ന് ശാരദാമ്മയാണെങ്കിൽ വേറൊരു റൂമിൻ്റെ അവിടെയും പോയി നിന്നത് സുസ്മിതയാണെങ്കിൽ സത്യഭാമയോട് പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ശാലിനി കിടക്കുന്ന റൂമിൻ്റെ അവിടെയാണല്ലോ ശാരദാമ്മ പോയി നിന്ന് കരയുകയൊക്കെ ചെയ്തത്.
പക്ഷേ അത് ആ ഒരു സംഭവം വിഷ്ണുവിനോട് ഓർമ്മ വരികയാണ്. അന്നേരം രണ്ടുപേരും ഒരു ഹോസ്പിറ്റലിലാണോ പ്രസവിച്ചത് എന്നുള്ള ഒരു സംശയം വിഷ്ണുവിന് വരികയും വിഷ്ണു ഹോസ്പിറ്റലിൽ അന്വേഷിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിലാണ്. പക്ഷേ അവിടെ ഇനി സുസ്മിത വരുമായിരിക്കും. സുസ്മിത നേഴ്സിനെയൊക്കെ സ്വാധീനിച്ച് ആ റെക്കോർഡുകളൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് വിഷ്ണു കണ്ടെത്തുക തന്നെ ചെയ്യും. പിന്നെ ശാരദാമ്മ തന്നെയാണ് വിഷ്ണുവിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെയാണ് വരുന്നത്. എന്തായാലും സത്യഭാമ ഇവിടെ ശാലിനിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വന്നിട്ട് അവിടെ സത്യയുടെ കാര്യം അംഗീകരിക്കാത്തത് കൊണ്ടാണ് കൊണ്ടുപോകാത്തത്. അവിടെ സത്യഭാമയുടെ പക്ഷത്ത് ന്യായമുണ്ട്. സത്യയുടെ കാര്യം എന്തുകൊണ്ട് സത്യഭാമയോട് തുറന്ന് പറയുന്നില്ലല്ലോ. തുറന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ സത്യഭാമയ്ക്കും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എപ്പിസോഡിലെ വിശേഷങ്ങൾ. C5 പ്രീമിയം ആക്കുകയാണ് എന്ന് തോന്നുന്നു. പക്ഷേ ബാക്കി എപ്പിസോഡുകളൊന്നും വന്നിട്ടില്ല. എന്താണെന്നുള്ളത് പിന്നീട് അറിയിക്കുമായിരിക്കും. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. വീഡിയോ കാണുന്ന എല്ലാവരും റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.